100 ഡേയ്സ് ഓഫ് വെയിറ്റ് ഗെയിൻ ട്രാൻസ്ഫോർമേഷൻ്റെ 20ാം ദിവസമാണിന്ന്. ആകെ എക്സൈറ്റഡ് ആണ്. 3ാമത്തെ ആഴ്ച തികയാൻ പോകുന്നു. എത്ര വെയിറ്റ് കൂടിയെന്ന് അറിയാനായിട്ട് ഒരാകാംക്ഷയുണ്ട്. കഴിഞ്ഞ 2 വീക്ക് കൊണ്ട് 1.95 kg ആണ് കൂടിയത്. എന്തായാലും ചെക്ക് ചെയ്യാൻ പോയിട്ട്. ഇപ്പോൾ ജിമ്മിലോട്ട് എത്തി. ഇന്ന് രാവിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചില്ല, വെയിറ്റ് നോക്കാനുള്ളതുകൊണ്ട്. വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 59.95 ഉണ്ടായിരുന്നത്. ഈ ആഴ്ച ചെക്ക് ചെയ്തപ്പോൾ 59.45. അമ്മേ, വെയിറ്റ് കുറഞ്ഞു. $59.95 59.45 വെയിറ്റ് കുറഞ്ഞു. 500 ഗ്രാമാണ് കുറഞ്ഞത്. അപ്പോൾ ആകെ സങ്കടത്തിലായി. ഫുഡിൻ്റെ അളവ് ഇനിയും കൂട്ടണമെന്നുള്ള കാര്യം എന്തായാലും മനസ്സിലായി. എന്തായാലും ശരീരം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അതറിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം കഴിഞ്ഞ 4 മാസം 58 നിന്ന് അനങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം വാമപ്പൊക്കെയാണ് ചെയ്യാൻ പോണത്. വാമപ്പിന് ശേഷം വർക്കൗട്ടിലോട്ട് കിടന്നു. ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ടാണ് ചെയ്യുന്നത്. ആദ്യം ചെസ്റ്റാണ് ചെയ്തത്. ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ബാക്ക് വർക്കൗട്ടാണ് ചെയ്തത്. പിന്നെ ബൈസ് വർക്കൗട്ട് ചെയ്തു. പിന്നെ ഷോൾഡർ വർക്കൗട്ട് ചെയ്തു. പിന്നെയും ബൈസിനൊരു വർക്കൗട്ട് കൂടി ചെയ്തു. അടുത്ത ചെയ്തത് ട്രൈസിനായിരുന്നു. ഇന്നലെ ലെഗ് ഡേ ആയിരുന്നു. പക്ഷേ ജിം അവധി ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ലെഗിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്.
ലാസ്റ്റ് വർക്കൗട്ടാണിത്. വർക്കൗട്ടിന് ശേഷം മിറർ പോസിലേക്ക് കടന്നു. അറിയാവുന്ന രീതിയിലുള്ള പോസൊക്കെ ചെയ്ത് നോക്കി. ചേഞ്ചസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വെയിറ്റ് ഗെയിനും കൂടി ആയിക്കഴിഞ്ഞാൽ സന്തോഷമായി. 58 എന്നുള്ള വെയിറ്റ് 65 എനിക്ക് വേണ്ടത്. വെയിറ്റ് കുറഞ്ഞാൽ സങ്കടമുണ്ട്. അടുത്ത ആഴ്ച 2 കൂടി ചേർത്ത് പിടിക്കണം. വർക്കൗട്ട് കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് ഇറങ്ങി. ജിമ്മിൽ നിന്ന് വന്ന് അരമണിക്കൂറിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു. ശേഷം പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. രാവിലത്തെ ഫുഡ് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. ഉച്ചയ്ക്ക് ചോറ്, മാങ്ങാച്ചാറ്, ചിക്കൻ, കൂർക്ക. വൈകിട്ട് ക്രീം ബണ്ണ് കഴിച്ചു. വൈകിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചു. രാത്രിയിൽ കഴിച്ചത് ചോറ്, മാങ്ങാച്ചാറ്, കൂർക്ക, ചിക്കൻ കറി. രാത്രിയിൽ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. ഇപ്പോൾ ഡേ 20 കംപ്ലീറ്റഡ്. ഇനി ഡേ 21.